സംസ്ഥാനത്തെ പാതിവില തട്ടിപ്പിൽ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിനെ കുരുക്കി പുതിയ പരാതി വന്നിരിക്കുന്നു. പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് തിരുവനന്തപുരത്തെ സായിഗ്രാമത്തിലെ യോഗത്തിലാണെന്ന് പരാതിക്കാർ പറയുന്നു. 2024 ജനുവരി 27 തീയതിയാണ് നിരവധി ആളുകൾ പങ്കെടുത്ത ഈ യോഗം നടന്നത്. 55 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തുവെന്നും പരാതി ഉയരുന്നു. ഈ സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി രൂപീകരിച്ചത് 2024 ഏപ്രിലോട് കൂടിയാണ് രൂപീകരിക്കുന്നത്. ഇത് ഞങ്ങളെ ഇതിലേക്ക് ഈ ഒരു സീഡ് സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ തരികയും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അറിയിക്കുകയും ചെയ്തത് തിരുവനന്തപുരത്തുള്ള നിയമോ രജിത എൻ ആചാര്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അവര് ഇവിടെ വരികയും അവർ ഇങ്ങനെ സീഡ് സൊസൈറ്റി രൂപീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സായിഗ്രാമത്തിലുള്ള ഡാക്ടർ പോലുള്ള അനന്തകുമാർ സാർ അദ്ദേഹം ഈ പറഞ്ഞ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ കോൺഫറൻസുകളിലും അവരൊക്കെ ഇതിനെക്കുറിച്ച് ഈ സീഡ് സൊസൈറ്റികളെ കുറിച്ചും അതുപോലെ തന്നെ സ്പിയാർട്സ് എന്ന ഒരു സംവിധാനത്തിലൂടെയും CSR ഫണ്ട് കിട്ടുന്നതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വിശദമായിട്ട് പറയുകയും CSR ഫണ്ട് എന്ന് പറയുന്നത് നിലവിൽ ലഭ്യമാകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത്തരം വിശ്വാസയോഗ്യമായ പല കാര്യങ്ങൾ പറയുകയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് പറയുകയും അറിയിച്ചപ്പോൾ അത് ഒരുപാട് നല്ലൊരു കാര്യമായിട്ട് സമൂഹത്തിൽ ജനങ്ങൾക്കൊക്കെ ഒരുപാട് 50% സബ്സിഡിയോട് സാധനങ്ങൾ കിട്ടുമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുകയും ചെയ്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. ഇത് സായിഗ്രാമത്തിനുള്ളിൽ ഈ യോഗം നടന്നെന്നാണോ പരാതിക്കാർ പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സായിഗ്രാമം ഡയറക്ടറായിട്ടുള്ള ആനന്ദകുമാറിനെ നേരിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു പരാതിയും അദ്ദേഹത്തിന്റെ സ്ഥാപനം NGOയെ നേരിട്ട് ബന്ധപ്പെടുത്തിയുമുള്ള സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ആ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 ജനുവരി 27 തീയതി അവിടെ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ അനന്തു കൃഷ്ണൻ, അതേപോലെ തന്നെ ആനന്ദകുമാർ, ഇന്ദിര K നായർ എന്നിവരാണ് പങ്കെടുത്തത്. ഇതിൽ 7 പേരാണ് ഔദ്യോഗികമായി നൽകിയ പരാതിയിൽ 7 പേർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത്. 93 പേർ പരാതിക്കാരായി വർക്കല പോലീസിനെ ഇന്നലെ വൈകിട്ടോടുകൂടി സമീപിച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് ഏതാണ്ട് 55 ലക്ഷത്തിലധികം രൂപ ഈ 2024 ജനുവരി 27 സായിഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ ആനന്ദകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളെ കൺവിൻസ് ചെയ്തു. മാത്രമല്ല സീഡ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വിവരിച്ചു, ഇതിന്റെ ഓഫീസ് സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണ് തങ്ങളെ വിശ്വാസത്തിലെടുത്ത പലരിൽ നിന്ന് 93 പേരിൽ നിന്നായി ഏതാണ്ട് 55 ലക്ഷത്തിലധികം രൂപ, കൃത്യമായി പറഞ്ഞാൽ 55,08,000 രൂപ ഇവർ കൈപ്പറ്റി. ഓൺലൈൻ വഴിയും നേരിട്ടുമൊക്കെ പണം നൽകി. മാത്രമല്ല ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പുകൾ അടക്കമുള്ള മൊബൈൽ ഫോണുകൾ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു വാഗ്ദാനം ചെയ്ത. മെമ്പർഷിപ്പിന്റെ പേരിലും പണം തട്ടി. മെമ്പർഷിപ്പിന്റെ പേരിൽ 1453 പേരിൽ നിന്നും 4,64,960 രൂപ അതും തട്ടിയെടുത്തു. ഹോം പ്രൊജക്ടിന്റെ പേരിലും തട്ടിപ്പ് നടത്തിയെന്നടക്കമുള്ള വിശദമായ ഒരു പരാതി ഇപ്പോൾ വർക്കല പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പരാതിയിൽ വർക്കല പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തട്ടിപ്പിന്റെ ഒരു മീറ്റിംഗ്, ഒരു യോഗം അത് സായിഗ്രാമത്തിൽ നടന്നുവെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അന്വേഷണത്തിന്റെ പരിധിയിൽ സായിഗ്രാമവും വരും. അങ്ങനെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, CCTV ദൃശ്യങ്ങളുണ്ടോ, അതല്ലെങ്കിൽ ആ പങ്കെടുത്ത ആളുകളുടെ കൂടുതൽ വിവരങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പരിശോധനയും അന്വേഷണവും നടത്തുമെന്ന് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പരാതികൾ, അതിന്റെ വിവരങ്ങൾ ഇതിനോടകം തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളോടൊപ്പം ഇതും അറ്റാച്ച് ചെയ്തുള്ള അന്വേഷണം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ.